അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മണിപ്പൂരിൽ നിന്നുള്ള 2 എയർ ഹോസ്റ്റസുമാരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ആളും രണ്ടാമത്തെ ആൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുമായിരുന്നു. ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട കൊല്ലപ്പെട്ട എയർ ഹോസ്റ്റസ് ഈ ലാനൂത്തം സിംഗ്സന്റെ മൃതദേഹം ഇന്നലെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. ലാനൂത്തം സിംഗ്സന്റെ സഹോദരൻ അഹമ്മദാബാദിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ DNA സാമ്പിളുകളുമായി നടത്തിയ പരിശോധനകൾക്ക് ശേഷമായിരുന്നു ഈ മൃതദേഹം കൈമാറിയിരുന്നത്. ഈ ലാനൂത്തം സിംഗ്സന്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഗാലാൻഡിലെ ദീമാപൂർ വിമാനത്താവളത്തിൽ എത്തിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ മൃതദേഹം വിലാപയാത്രയായി ലാനൂത്തം സിംഗ്സന്റെ കുടുംബം നിലവിൽ താമസിക്കുന്ന മണിപ്പൂരിലെ കാങ്പോക്വിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കാങ്പോക്വിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിന് ഏറ്റവും എളുപ്പകരമായ മാർഗം അല്ലെങ്കിൽ ദൈർഘ്യം കുറഞ്ഞ മാർഗം ദീമാപൂരിൽ നിന്ന് ഇംഫാൽ വഴി അവിടേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കി കിലോമീറ്ററുകളോളം ചുറ്റി ഇപ്പോൾ ദീമാപൂരിൽ നിന്ന് മറ്റൊരു മാർഗത്തിലൂടെ കാങ്പോക്വിയിൽ എത്തിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെയും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹം വിലാപയാത്രയായി ഈ ഇംഫാൽ എന്ന് പറയുമ്പോൾ മെയ്തിക്ക് വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ള മേഖലയാണ്, അവരുടെ ശക്തി കേന്ദ്രമാണ്. അതുവഴി കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മൃതദേഹം ഇപ്പോൾ ഈ കിലോമീറ്ററുകളോളം ചുറ്റി ഇവർ താമസിക്കുന്ന കാങ്പോക്കിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2023 മുമ്പ് വരെ ഈ ലാനൂത്തം സിംഗ്സന്റെ കുടുംബം താമസിച്ചിരുന്നത് ഇംഫാലിലായിരുന്നു. പക്ഷേ 2023 ഈ മെയ്തി കുക്കി കലാപത്തിനെ തുടർന്നായിരുന്നു ഇവരുടെ കുടുംബം ഈ ഇംഫാൽ ഉപേക്ഷിച്ച് ഈ കുക്കികളുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന കാങ്പോക്കിയിലേക്ക് അവരുടെ താമസം മാറ്റിയിരുന്നത്. ഈ മൃതദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ഏകോപനങ്ങളും മറ്റും നടത്തുന്നത് കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷനാണ്. ആ സംഘടനയും മെയ്തി വിഭാഗത്തിലെ പല സംഘടനകളും തമ്മിൽ ശക്തമായ സംഘർഷം സമീപകാലത്ത് വരെ ഉണ്ടായിരുന്നു. അതും ഈ മൃതദേഹം ഈ ഇംഫാൽ ഒഴിവാക്കി ഈ കാങ്പോക്കിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാരണമായി പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നോർമലായി എന്ന് സർക്കാർ പറയുമ്പോഴാണ് ഈ വിമാനാപകടത്തിൽ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം ഇങ്ങനെ തലസ്ഥാനമായ ഇംഫാൽ ഒഴിവാക്കി അവരുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിനിടയിൽ ഈ വിമാന അപകടത്തിൽ തന്നെ കൊല്ലപ്പെട്ട ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ട നങ്തോയ് ശർമ്മയുടെ മൃതദേഹം അത് ഇതുവരെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകിയിട്ടില്ല. ഈ നങ്തോയ് ശർമ്മയുടെ സഹോദരി ഗീതാഞ്ജലി നിലവിൽ അഹമ്മദാബാദിലുണ്ട്. പക്ഷേ ഈ DNA സാമ്പിൾ പരിശോധന പൂർത്തിയാകാത്തതിനാലാണ് ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ട നാങ്തോയ് ശർമ്മയുടെ ഈ മൃതദേഹം ഇതുവരെയും ബന്ധുക്കൾക്ക് കൈമാറാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം.